ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ജ്യോതി പ്രശാന്ത്, കൺസൾട്ടൻറ്റ് ഓർത്തോപെഡിക് സർജനാണ്. കുറേ വർഷങ്ങളായിട്ട് എല്ലിൻ്റെ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. നമ്മളിപ്പോൾ പല ആശുപത്രിയിലും പോകുമ്പോൾ കാണാറുണ്ട്, അതായത് സന്ദർശകരെ അലോ ചെയ്യുന്നില്ല, വിസിറ്റേഴ്സ് ആരും പാടില്ല എന്നൊക്കെ പറയാറുണ്ട്. എന്തിനാണ് നമ്മൾ അങ്ങനെ പറയുന്നത്? അല്ലെങ്കിൽ നമ്മൾ ഒരു എല്ലിൻ്റെ ഡോക്ടർ ആയിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും പേടിക്കുന്നത് എന്തിനാണ്? നമ്മൾ പേടിക്കുന്നത് ഇൻഫെക്ഷനാണ്. ഒരു ബോൺ സർജറി അല്ലെങ്കിൽ ജോയിൻറ്റ് സർജറി ചെയ്താൽ ഒരു അണുബാധ അല്ലെങ്കിൽ ഇൻഫെക്ഷനാണ് നമ്മൾ ഏറ്റവും പേടിക്കുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മൾ ആൾക്കാർ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള രോഗികളെ കാണാനായിട്ട് ആൾക്കാർ അധികം വരരുതെന്ന് പറയുന്നത്. എന്താണ് നമ്മുടെ എല്ലിൻ്റെ ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു സർജറി കഴിഞ്ഞിട്ടുള്ള ഒരു ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഒരു ഇൻഫെക്ഷൻ വരുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിനായിട്ട് നമുക്ക് 3 കാര്യങ്ങൾ മനസ്സിലാക്കണം. അതായത് നമ്മൾ 3 ആൾക്കാരെ നമ്മൾ വിചാരിച്ചിട്ട് നമുക്കിത് ഈ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. നമ്മൾ പഴയ ഒരു ബാഹുബലി എന്ന് പറഞ്ഞ സിനിമ ഉണ്ടല്ലോ, അതിലെ 3 ആൾക്കാരെ നമ്മൾ ഇതിൽ 3 കഥാപാത്രങ്ങളാക്കുകയാണ്. ഒന്നാമത്തത് നമ്മുടെ ബാഹുബലി തന്നെ. അതായത് ഈ ബാഹുബലി എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ ഒരു ശരീരത്തിൽ നമ്മൾ ഇൻഫെക്ഷൻ ഒന്നും വരാത്ത രീതിയിൽ ഒരു കാവൽക്കാരനായിട്ട് നിൽക്കുന്ന ഒരു മാക്രോഫേജ് എന്ന് പറഞ്ഞൊരു ജീവിയാണ്. രണ്ടാമത്തത് പൻവാൽ ദേവൻ, അതൊരു വില്ലനായിട്ടുള്ള ഒരാൾ. ഇയാൾ നമ്മളെ ഈ ബോഡിയെ ആക്രമിക്കാൻ വരുന്ന ഒരു ബാക്ടീരിയയാണ്. മൂന്നാമത്തെ ഒരാൾ നമ്മൾ ഇതിലേക്ക് ഒരു ഫോറിൻ ബോഡി എന്ന നിലയിൽ നമ്മുടെ രാജ്യം ആക്രമിക്കാൻ വന്നിരിക്കുന്ന ഒരു കാലകേൻ എന്ന് പറഞ്ഞൊരു ആളാണ് ഈ മൂന്നാമത്തെ ആൾ. ഈ കാലകേൻ എന്ന് പറയുന്ന ആളാണ് ഇംപ്ലാന്റ്, അല്ലെങ്കിൽ നമ്മൾ ഉള്ളിൽ വയ്ക്കുന്ന ഒരു കമ്പി, അല്ലെങ്കിൽ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലെങ്കിൽ ടൈറ്റാനിയത്തിൻ്റെ ഒരു ഇംപ്ലാന്റ് ആണ് ഞാനിതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഇംപ്ലാന്റ് നമുക്ക് ബോഡിയിൽ വയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. ആദ്യം നമ്മൾ ഇംപ്ലാന്റ് വയ്ക്കുമ്പോൾ നമ്മൾ ഈ ബോഡിയിൽ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള സെൽസ് മാക്രോഫേജസ് ഈ ഇംപ്ലാന്റിന്റെ മുകളിലേക്ക് പറ്റി പിടിക്കാനായിട്ട് ശ്രമിക്കും. അതിന് തന്നെ കോമ്പറ്റീറ്റർ ആയിട്ട് അതിനെ പറ്റി പിടിക്കാൻ ശ്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഈ ബാക്ടീരിയയും അതുപോലെ തന്നെ ശരീരത്തിൽ ഈ ഇംപ്ലാന്റിനെ അന്വേഷിച്ച് വരും. അത് ഇംപ്ലാന്റിന് മുകളിൽ പറ്റി പിടിക്കാനായിട്ട് വരും. അപ്പോൾ ഈ രണ്ടിൽ ആരാണ് വിജയിക്കുന്നതനുസരിച്ചാണ് ഒരു സർജറി ഇൻഫെക്ഷൻ ആവുമോ ഇല്ലയെന്ന് തീരുമാനിക്കുന്നത്. നമ്മൾ മാക്രോഫേജ് നമ്മുടെ ശരീരത്തിലുള്ള കാവൽക്കാരനായിട്ടുള്ള സെൽസ് അതിന് മുകളിൽ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഫെക്ഷൻ വരില്ല. പക്ഷേ നമുക്ക് ഈ ബാക്ടീരിയ ആണ് ആദ്യം നമ്മൾ ഈ ഇംപ്ലാന്റിന് മുകളിൽ വരുന്നുണ്ടെങ്കിൽ അത് പെറ്റുപെരുകി അതൊരു ഇൻഫെക്ഷൻ ആയി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ നമ്പർ ഓഫ് ബാക്ടീരിയ നമ്മുടെ ബോഡിയിൽ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് കുറയ്ക്കണം. അതിനാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ അണുവിമുക്തമായിട്ടുള്ള രീതിയിലാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിലെ സ്റ്റെറിലിറ്റി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ കൂടെ വരുന്ന ആൾക്കാർ, അതിലിപ്പോൾ ഒരു പനിയും കൊണ്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഈ പനി ഈ രോഗിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ ബാക്ടീരിയൽ എണ്ണം കൂടും. അപ്പോൾ നമുക്ക് ഇത് പ്രതിരോധിക്കാനുള്ള ഒരു മാർഗം എന്ന നിലയിലാണ് നമ്മൾ അധികം വിസിറ്റേഴ്സിനെ നമ്മൾ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഒരു രോഗിയെ തീരെ വിസിറ്റേഴ്സ് പാടില്ല എന്ന് പറയുന്നത്. താങ്ക് യു.